പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്ന ഒരു മാഗസീൻ ഹോളാണ്. അതിനു മുമ്പ് ഒരു കോമഡി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. ഞാനാണെങ്കിൽ പൊതുവിൽ നിങ്ങൾക്ക് അറിയാം, ഈ മാഗസീൻ ഹോൾ കാണുന്നവർക്കറിയാം, ഞാൻ പൊതുവേ സാംസ്കാരികം, സാഹിത്യം ഈ രണ്ട് കാര്യങ്ങളിലാണ് ടോപ്പിക്കിലുള്ള മാഗസീൻസാണ് സാധാരണ വാങ്ങാറ്. മാതൃഭൂമി, അതുപോലെ തന്നെ ഭാഷാപോഷിണി മുതലായ മാഗസീനുകളാണ് വാങ്ങാറ്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാഗസീൻസ് ആയിട്ടുള്ള ദ വീക്ക്, അങ്ങനത്തെ ഇതൊക്കെയാണ് ഞാൻ വാങ്ങാറുള്ളത്. ഈ സ്ത്രീകൾ സംബന്ധിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും ഫാഷനോ അല്ലെങ്കിൽ സിനിമയോ പിന്നെന്താണ് ഈ വനിത പോലത്തെ മാഗസീൻസ് ഒന്നും ഞാൻ വാങ്ങാറേ ഇല്ല. കാരണം അത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അത് ഞാൻ ഒട്ടും തീരെ വാങ്ങാറില്ല. എന്താ പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് പൊളിറ്റിക്സ്, സാഹിത്യം മുതലായ ഇതാണ്. അപ്പം ഇപ്രാവശ്യം ഏപ്രിലാണ്, 2025 ഏപ്രിലാണ് വിഷു വരുന്നത്. അപ്പോൾ വിഷുവായിട്ടനുബന്ധിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പുകാർ വിഷുപ്പതിപ്പ് ഇറക്കാറുണ്ട്. അപ്പോൾ ഈ വിഷുപ്പതിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിഷുപ്പതിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ വിഷുപ്പതിപ്പിന് ഒരു കോമ്പറ്റീഷൻ നടത്താറുണ്ട്. അത് വിഷുപ്പതിപ്പിന് വേണ്ടി മാത്രമായിട്ട് ഒരു കഥാരചന മത്സരം, കവിതാരചനാ മത്സരം നടത്താറുണ്ട് കോളേജ് കുട്ടികൾക്കൊക്കെ വേണ്ടി. അപ്പോൾ അതിൽ 1ാം സമ്മാനം വാങ്ങിക്കുന്ന ആൾക്കാർ ഭാവിയിൽ 1ാം സമ്മാനം അല്ലെങ്കിൽ അതുപോലെ സമ്മാനങ്ങൾ വാങ്ങുന്ന 1-2 സമ്മാനങ്ങൾ, കാരണം ഇന്നതൊന്നുമില്ല, വാങ്ങുന്ന ആൾക്കാർ ഭാവിയിൽ എന്താ പറഞ്ഞാൽ മികച്ച എഴുത്തുകാരായി വരുന്ന ഒരു പ്രതിഭാസം കൂടി കേരളത്തിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊരു ട്രേഡ് മാർക്കായിട്ട് മാതൃഭൂമിക്കാരെപ്പോഴും എന്താ പറഞ്ഞാൽ അവരെ ബാഡ്ജ് ഓഫ് ഓണറായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് മാതൃഭൂമി വിഷുപ്പതിപ്പ്. അപ്പോൾ ഈ മാതൃഭൂമി വിഷുപ്പതിപ്പ് വിഷുവിനാണ് ഇറങ്ങുന്നത്. ഏപ്രിലാണ്, 2025 വിഷു വരുന്നത് ഏപ്രിലാണ്. അപ്പോൾ ഞാനിത് കണക്കാക്കി എനിക്കറിയാം വിഷുപ്പതിപ്പ് വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് എന്താ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ ആൻറ്റിയുടെ പിള്ളേർ വരുമായിരുന്നു, കുട്ടികൾ വരുമായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ വെളിയിലോട്ട് അങ്ങനെ അധികം ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞ്, ഈ വിഷുവായിട്ടനുബന്ധിച്ച് വിഷു കഴിഞ്ഞിട്ടുള്ള സമയത്ത് പറഞ്ഞിടാ, ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന ബുക്ക് സ്റ്റോൾ അറിയാലോ, മാഗസീൻസൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നീ ഒരു മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പ്, അതായത് വിഷു സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവന്മാരടുത്ത് പറഞ്ഞു മാതൃഭൂമി വിഷു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ അവന്മാർ പോയി വീട്ടിലേക്ക് കൊണ്ട സാധനങ്ങൾ ലിസ്റ്റുമായിട്ട് പോയിട്ട് ഞാനിത് വെറുതെ വാഗോണ്ട് പറഞ്ഞിടാ, കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവന്മാർ എനിക്ക് കൊണ്ടു തന്ന 2 മാസികകളാണ് ഞാൻ നിങ്ങളെ ഹോൾ ചെയ്യുന്നത്. അതായത് ബേസിക്കലി ഞാൻ മാതൃഭൂമി വിഷുപ്പതിപ്പാണ് എനിക്ക് വേണ്ടിയിരുന്നത്. യവന്മാർ കടയിൽ പോയി വിഷു സ്പെഷ്യൽ എന്നോ മറ്റോ എന്തോ പറഞ്ഞു. അവർ അവിടെ ഇരുന്ന 2 വിഷു സ്പെഷ്യൽ അയച്ച് എന്താ പറഞ്ഞാൽ അവന്മാരെ കൊടുത്തു വിട്ടു. അവന്മാരെൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എന്തുമായാലും കൊള്ളാം, മാഗസീനുകളാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ആ രണ്ടും ഈ മാസികകൾ 2 മാസികകളുണ്ട്. ഈ 2ഉം വിഷു സ്പെഷ്യലാണ്, പക്ഷേ 2ഉം മാതൃഭൂമിയല്ല. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമായിട്ട് കാണിക്കുന്നത് വനിത. അപ്പോൾ ഞാൻ സാധാരണ ഒരിക്കലും വാങ്ങാത്തൊരു മാസികയാണ് വനിത. കാരണം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ വാങ്ങാറില്ല. പക്ഷേ എന്തുവായാലും കൊള്ളാം, യവന്മാർ പോയി ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന്. വിഷു സ്പെഷ്യലാണ്, വിഷു ആശംസകൾ എന്ന് എഴുതിയിട്ടുണ്ട്, വിഷു ആശംസകളുണ്ട്. കവർ സ്റ്റോറി എന്ന് പറയുന്നത് കല്യാൺ വനിത മിസ് കേരള വിന്നേഴ്സ്. കല്യാൺ സിൽക്സും വനിതയും കൂടെ ചേർന്ന് മിസ് കേരള എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തി. അപ്പോൾ അതിനകത്ത് വിന്നേഴ്സാണ് 3 പേരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അതാണ് കവർ. കൂടാതെ മറ്റ് കവർ സ്റ്റോറീസ് തിരുവമ്പാടിയിലെ കണ്ണനാമുണ്ണി, ലഹരിക്കെണിയുടെ ലക്ഷണങ്ങൾ, ഇത്രയാണ് കവർ സ്റ്റോറികളായിട്ട് കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ മിസ് കേരളയായിട്ട് വന്നിട്ടുള്ള 3 പേരാണ്, 1ും 2ഉം 3ഉം. അതിനുശേഷം കണ്ടൻറ്റ് പേജിലേക്ക് വരുവാണ്. കണ്ടൻറ്റ് പേജിന് മുമ്പ് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട സാരിയുടെ പരസ്യം, അതിൻ്റെ പരസ്യം, ഇതിൻ്റെ പരസ്യമാണ്. ഇതാണ് കണ്ടൻറ്റ് പേജ്. അപ്പോൾ കണ്ടൻറ്റ് പേജ് ഞാനൊന്ന് വായിക്കാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ മടക്കി വെക്കുന്നതായിരിക്കും. എല്ലാ മാസികകളും അങ്ങനെ തന്നെയാണ്. ആനന്ദമായി ആഘോഷമായി അഴകിൻ കിരീടം. അപ്പം കല്യാൺ സിൽക്സ് വനിത മിസ് കേരള 2025 വിജയത്തിളക്കത്തിൽ 3 സുന്ദരികൾ. അപ്പോൾ 1ാം സമ്മാനം കിട്ടിയിട്ടുള്ളത് അരുണിമ ജയൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് 1ാം സമ്മാനം കിട്ടിയിട്ടുള്ളത്. 2ാം സമ്മാനം ശ്വേത ജയറാം എന്ന് പറയുന്ന വ്യക്തിക്കാണ് 2ാം സമ്മാനം കിട്ടിയിട്ടുള്ളത്. 3ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് സാന്ദ്ര ഫ്രാൻസിസ്. അങ്ങനെ 3 കേരളത്തിലെ മിസ് കേരളയാണ്. മിസ് എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാത്ത, അപ്പോൾ കല്യാണം കഴിക്കാത്ത 3 സുന്ദരികൾ. ബാക്കിയുള്ളവർ കല്യാണം കഴിച്ച സുന്ദരികളുമുണ്ട്. ഇനി അതിനുവേണ്ടി വല്ല മത്സരവും നടക്കുന്നുണ്ടായിരിക്കും. മിസ് കേരളയായിട്ട് ഈ 3 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഡിവോഷൻ എന്ന ടോപ്പിക്കിൽ തിരുവമ്പാടി കണ്ണനാമുണ്ണി എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. വിഷു കഴിഞ്ഞാൽ തിരുവമ്പാടി കണ്ണനെ കാണാൻ ഭക്തർ ഒഴുകിയെത്തുകയായി. അതപ്പോൾ അതിനെപ്പറ്റി ഒരു റൈറ്റപ്പാണ് ഡിവോഷൻ എന്ന ടോപ്പിക്കിൽ. അടുത്ത ഫുഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വന്നിട്ടുള്ളത് രുചിയാത്ര പിന്നിട്ട 50 വർഷം, വനിത കടന്നു വന്ന 50 രുചി വർഷങ്ങളെക്കുറിച്ച് ഡോക്ടർ ലക്ഷ്മി നായർക്ക് 50 വയസ്സായെന്നാണോ അതോ വനിതയിലുള്ള ഇതുവരെ വന്നിട്ടുള്ള പാചകക്കുറിപ്പുകളെ പറ്റിയുള്ള റൈറ്റപ്പാണെന്ന് അറിയില്ല. എന്തായാലും രുചിയാത്രയായിട്ട് 50 വർഷമെന്ന് കിടക്കുന്നു. വനിത കടന്നു വന്ന 50 രുചി വർഷങ്ങളെക്കുറിച്ച് ഡോക്ടർ ലക്ഷ്മി നായർ, അവർ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ
പാചകമൊക്കെ ചെയ്യുന്ന TV-യിലും ഇതിലുമെല്ലാം മാസികളിലുമെല്ലാം. അടുത്തത് വയലൻസ് എന്ന ടോപ്പിക്കിൽ വരുന്ന ആർട്ടിക്കിൾ അരുതേ നമുക്ക് കൈകോർക്കാം. അതാണ് വയലൻസ് എന്നുള്ള ടോപ്പിക്കിൽ വന്നിട്ടുള്ളത്. വരും തലമുറയെ അക്രമപാതയിൽ നിന്ന് വഴിതിരിച്ച് വിടാൻ നമുക്ക് കൈകോർക്കാം. അപ്പോൾ ഈ പിള്ളേരുടെ വയലൻസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, ഈ കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും തല്ലും പിടിയൊക്കെ. ഇപ്പോൾ വാർത്തയായിട്ട് വരുന്നുണ്ടോ ഇത് പറഞ്ഞാൽ ഇത് വാർത്താമാധ്യമങ്ങളുടെ എന്താ പറയുന്നത് ഈ അതിപ്രസരം കൊണ്ട് നമ്മൾ അവിടെ നടക്കുന്ന ചെറിയ വിഷയങ്ങൾ പോലും വലുതായിട്ട് അറിയുന്നതാണോ എന്നും പോലും ഞാൻ സംശയിക്കുന്നു. അല്ലാതെ ഇപ്പോൾ പിള്ളേരങ്ങ് പെട്ടെന്ന് വയലൻ്റായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം ഒരു ദിവസം ഫുൾ വാർത്ത, ഒരു ദിവസം ഫുൾ അതാണ്. പിന്നെ അക്രമം ആകെ അവന്മാർ ചുമ്മാ 2 പിള്ളേർ ഏതോ ട്യൂട്ടോറിയൽ പിള്ളേർ നമ്മൾ അടിയുണ്ടാക്കിയതാണ്. ബട്ട് ചിലപ്പോൾ പണ്ട് ഇതുപോലത്തെ നടന്നിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. പണ്ട് ഈ കോളേജിൽ SFIയും അവരും എല്ലാം കടന്ന് തല്ലിയും പിടിയായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഇത്രയും വാർത്താ പ്രാധാന്യം കിട്ടിക്കാണത്തില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ അറിയാവുന്നത്. അങ്ങനെ വരാമെന്ന് പറയുവാണ്. നേരത്തെ അക്രമം ഒരു തരത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അടുത്ത മ്യൂസിക് എന്ന ടോപ്പിക്കിൽ വരുന്നു. അന്ന് തോന്നി ഇനി പാട്ട് വേണ്ട, മനസ്സു മടുത്തുപോയ ഘട്ടം അതിജീവിച്ച് സുജാത പാട്ടിലേക്ക് മടങ്ങി വന്ന കഥ. അപ്പോൾ സുജാതയെ പറ്റിയുള്ള റൈറ്റിംഗ് അനുഭവക്കുറിപ്പാണ് എഴുതിയിട്ടുള്ളത്. അന്ന് തോന്നി ഇനി പാട്ട് വേണ്ട. അടുത്ത മിന്നലഴകെ മിന്നുമഴകെ, അത് ഇതിനെ വേണ്ട മിസ് കേരളയുടെ പറ്റിയുള്ള റൈറ്റപ്പാണ്. അഴകിൻ്റെയും അറിവിൻ്റെയും മാറ്റുരച്ച കല്യാൺ സിൽസ് വനിതാ മിസ് കേരളയുടെ വേദിയിലേക്ക്. അപ്പോൾ വേദി അതിനെപ്പറ്റി അതാണ് മെയിൻ കവർ സ്റ്റോറി. അപ്പോൾ അതിനെപ്പറ്റി കുറേ എല്ലാവരും എന്താ പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു ജഡ്ജസ്, അവർ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്, പിന്നെ എന്താ പറഞ്ഞാൽ എന്തൊക്കെ പരിപാടികളാണ് നടന്നത്, പിന്നെ പങ്കെടുത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുൾ കവർ സ്റ്റോറി ഉണ്ട്. കുക്കറി പാചകം, ഒഴിച്ചു കൂട്ടാം, ഊണുകാലം രുചികരമാക്കാൻ 3 ഒഴിച്ചുകറികൾ, അതാണ് കുക്കറി. ലീവിങ് വിൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വലിയ മരണത്തിന് മുമ്പേ ജീവിത അവസാന രംഗം എങ്ങനെയാകണമെന്ന് നിയമപ്രാബല്യമുള്ള രേഖയാക്കാനുള്ള അവസരമാണ് ലീവിങ് വിൽ എന്ന് പറയുന്നത് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിഷുഫലം ഓക്കെ വിഷുഫലം എന്ന് പറഞ്ഞാൽ വിഷുഫലം പാഴൂർ പടിപ്പുരയിൽ നിന്ന്. പാഴൂർ പടിപ്പുരയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ജ്യോതിഷി ഡോക്ടർ ആശ സുരേന്ദ്രൻ ഗണിത സമ്പൂർണ്ണ വിഷുഫലമാണ് കേട്ടോ. വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് വിഷുവിന് ഈ ഓരോ നാളുകൾക്കുള്ള പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സംഭവം വിഷുഫലം ഉണ്ട് ഇതിനകത്ത്. ഫാഷൻ പ്രിൻസസ് ഓഫ് ഡ്രീംസ്, കല്യാൺ സിൽസ് വനിതാ മിസ് കേരളയിൽ തിളങ്ങിയ 20 സുന്ദരികൾ. അപ്പം ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയത് കൂടാതെ 20 സുന്ദരികളെ പറ്റിയുള്ള ഇതിനകത്ത് പങ്കെടുത്ത 20 സുന്ദരികളെ പറ്റിയുള്ള ചെറിയ ഫോട്ടോയും റൈറ്റപ്പും ഉണ്ട്. അത്രയാണ് വനിതയുടെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 29 മുതൽ ഏപ്രിൽ 11 വരെ. ഏപ്രിൽ 1-ാം ലക്കം, അതായത് മാർച്ച് 29 തൊട്ട് ഏപ്രിൽ 11 വരെ. അപ്പോൾ ഏപ്രിൽ 1-ാം ലക്കമാണിത്. ഇതാണ് ഒരു വിഷു സ്പെഷ്യൽ. ഇനി രണ്ടാമത്തെ വിഷു സ്പെഷ്യൽ, അതും വനിതയുടെ തന്നെ എന്താ പറയുക ഇരട്ട സഹോദരി, ട്വിൻ സിസ്റ്റർ ഗൃഹലക്ഷ്മിയാണ്. ഇതും ഞാൻ വനിതയെ വാങ്ങാറില്ല, പിന്നെ ഗൃഹലക്ഷ്മിനെ നോക്കണ്ടല്ലോ. പക്ഷേ യവന്മാർ പോയിട്ട് 2 വിഷു സ്പെഷ്യൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഇതും വിഷു സ്പെഷ്യലാണ്. ഈസ്റ്റർ വിഷു ആശംസകൾ, അത് ഈസ്റ്റർ വിഷു ആശംസകൾ എന്നിവിടെ കൊടുത്തിരിക്കുന്നു. കവറിൽ വന്നിട്ടുള്ളത് അനിക സുരേന്ദ്രൻ എന്ന് പറയുന്ന പ്രശസ്തയായിട്ടുള്ള സിനിമാ താരമാണ്. ഒരു ബാലതാരമായിട്ട് തന്നെ വന്ന് ഇപ്പോൾ പ്രശസ്തയായിട്ടുള്ള ഒരു സിനിമാ താരമാണ്. അനിക സുരേന്ദ്രനാണ് കവർ. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിനകത്തുണ്ട്. മറ്റ് കവർ സ്റ്റോറികൾ വായിക്കുവാണ്. കൽപ്പാന്ത സംഗീതം, വിദ്യാധരൻ മാസ്റ്റർ. കാക്കി അണിഞ്ഞ പാട്ട്, ADGP S ശ്രീജിത്ത്. അങ്ങനെ ഒരു അവധിക്കാലത്ത്, അനിക സുരേന്ദ്രൻ്റെ ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ ഒരു അവധിക്കാലത്ത്. മഹാമാന്ത്രികൻ്റെ മേടയിൽ, അങ്ങനെ ഒരു സ്റ്റോറിയുണ്ട്. ആശയേറ്റ ജീവിതങ്ങൾ, വേദനമില്ല വേദന മാത്രം. അത് ആശയേറ്റ ജീവിതങ്ങൾ ആശ വർക്കേഴ്സിനെ പറ്റിയുള്ള റൈറ്റപ്പാണ്. ആശ വർക്കേഴ്സ് അല്ല സ്ത്രീകളായതുകൊണ്ട് ഗൃഹലക്ഷ്മിക്ക് അവരോടൊരു താല്പര്യമുണ്ട്. ബാക്കി പരസ്യം സ്ത്രീകളെ പറ്റിയുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങളുടെയൊക്കെ പരസ്യം. ഇതാണ് കണ്ടൻറ്റ് പേജ്. 2 ഉണ്ടോ? ഇല്ല. ഇതാണ് കണ്ടൻറ്റ് പേജ്. അപ്പോൾ കണ്ടൻറ്റ് പേജ് ഒന്ന് വായിക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. വേദനമില്ല വേദന മാത്രം, ആശാപ്രവർത്തകരുടെ ജീവിതത്തിലൂടെ. അടുത്ത പിന്നെ ഉള്ളത്, അങ്ങനെ ഒരു അവധിക്കാലത്ത് ബാലതാരത്തിൽ നിന്ന് നായികാ നിരയിലേക്ക്, അനിക സുരേന്ദ്രനെ പോയിട്ടുള്ള ഇൻ്റർവ്യൂ. കൂടാതെ കാക്കിയണിഞ്ഞ പാട്ട്, രാഗരസം നുകർന്നു. ADGP S ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ADGP S ശ്രീജിത്ത് പുള്ളിക്കാരനൊരു പാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ശാസ്ത്രീയ സംഗീതമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു റൈറ്റപ്പ്. അടുത്ത കൽപ്പാന്തക സംഗീതം, വിദ്യാധരൻ മാസ്റ്ററിനെ പറ്റിയുള്ള റൈറ്റപ്പ്. പിന്നെ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ വിഷു ഓർമ്മ. അപ്പോൾ സന്തോഷ് എച്ചിക്കാനം അദ്ദേഹത്തിൻ്റെ വിഷു ഓർമ്മ പങ്കുവെക്കുന്നുണ്ട്.
92-ാമത്തെ പേജിൽ. അടുത്ത ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ബസേലിയോസ് ജോസഫ് ബാവ മനസ്സ് തുറക്കുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാബ എന്നായിരിക്കും. അതെ, കാതോലിക്ക ബാബ എന്ന് പറയുന്നത് ഈ സഭയുടെ ഉയർന്ന തലത്തിലുള്ള വ്യക്തിയാണ്. മഹാമന്ത്രിയൻ്റെ മേട, കടമറ്റം പള്ളി, കടമറ്റം കത്തനാർ എന്ന് പറയുന്ന ആ പുള്ളിയുടെ ഫേമസ് ആയിട്ടുള്ള പള്ളിയുടെ പറ്റിയുള്ള ഒരു റൈറ്റപ്പ്. പൂന്താനം പാടിയ പൂങ്കാവനത്തിൽ, പൂന്താനം എന്ന് പറയുന്നത് മറ്റേ കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭഗവാൻ, ആ പാട്ടിൻ്റെ അത് ജ്ഞാനവാനയുടെ രചയിതാവാണ് പൂന്താനം. അപ്പോൾ അദ്ദേഹം താമസിച്ച വീടിനെ പറ്റിയുള്ള റൈറ്റപ്പാണ്. ആ പകയിൽ അവർ അനാഥരായി, അതുല്യയും അഖിലയും, അത് ചെന്താമര എന്ന് പറയുന്ന കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടത്. കവിയച്ഛൻ്റെ വ്യതകൾ, പ്രൊഫസർ വി മധുസൂദൻ നായരുമായിട്ടൊരു ഇൻ്റർവ്യൂ. അതിനുശേഷം ആരോഗ്യം, പിന്നെ ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിനകത്ത് പല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു മോഡൽ ഇങ്ങനെ ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഓരോ ആ മോഡൽ ഇട്ടേക്കുന്ന ഡ്രസ്സിനെ പറ്റിയാണ് അതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയ വിവരണം കൂടെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് ഫാഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉഷ്ണകാല രോഗങ്ങൾ പ്രതിവിധികൾ, അത് ആരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉഷ്ണകാല രോഗങ്ങളെ പറ്റിയുള്ള ഒരു റൈറ്റപ്പ്, അതിൻ്റെ പ്രതിവിധികൾ എഴുതിയിട്ടുണ്ട്. അടുത്ത കോളങ്ങൾ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള മണി 2, ഡോക്ടർ ആൻ്റണി സി ഡേവിഡ്സ് എഴുതുന്നു മണി 2. അതിനുശേഷം ജോബ് പോയിൻ്റ് എഴുതുന്നത് സി കരുണാകരൻ. ഡയറ്റ് പ്ലാൻ, അത് മറ്റൊരു പങ്ക്തിയാണ്. മൈൻഡ് യുവർ മൈൻഡ്, ഡോക്ടർ സീമ പി ഉത്തമൻ എഴുതുന്നത് മൈൻഡ് യുവർ മൈൻഡ്, അതും ഒരു പങ്ക്തിയാണ്. ലാസ്റ്റ് ലീഫ്, അത് എഴുതുന്നത് ബോബി ജോസ് കട്ടിക്കാട് എഴുതുന്ന ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ഒരു പങ്ക്തി. അത് അവസാനത്തെ പേജിൽ അതാ വരുന്നത്. ഗൃഹലക്ഷ്മി, അങ്ങനെ ഞാൻ ഒരിക്കലും വാങ്ങാൻ സാധ്യതയില്ലാത്ത 2 മാസികകളാണ് നമുക്ക് വിഷുവിന് സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം വിഷു സ്പെഷ്യൽ 2 വനിത ആൻഡ് ഗൃഹലക്ഷ്മി. അപ്പോൾ ഈ 2 മാഗസീനുകളാണ് വിഷു സ്പെഷ്യലായിട്ട് നമുക്ക് നമ്മളുടെ സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കിട്ടി എന്തായാലും പേജുകളൊക്കെ മറിച്ച് നോക്കാം. എന്താ പറയുന്നത്, വനിതയൊന്നും അങ്ങനെ വായനയില്ല, കാരണം പൊളിറ്റിക്സ് ഒന്നും അല്ലാത്തതുകൊണ്ട്. എന്നിരുന്നാലും എന്താ പറയുന്നത്, അതിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, ഇപ്പം അറിവ് പ്രദാനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, കുക്കറിയും പിന്നെ എന്താണ് പൂന്താനത്തെ പറ്റിയും പിന്നെ ഈ ADGP പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം വായിക്കാവുന്നതാണ്. അപ്പം ഈ 2 മാഗസീനാണ് ഹോൾ ചെയ്തത്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി.